എന്തിനാ പൊട്ട്? അല്ല, മീനാക്ഷി എവിടെ നിന്നാലും ക്യാമറകൾ ഓടിയെത്താണ്. ഈ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു മീനാക്ഷി. നിങ്ങൾ ഇവിടെ വെച്ചാണോ ഈ ഷൂട്ടിന് വരുമ്പോഴാണ് പരിചയപ്പെടുന്നത് മീനാക്ഷി? അതല്ലേ, എങ്ങനെയുണ്ട് മീനാക്ഷിയുടെ സ്വഭാവം? ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. സിനിമയാണ് ഇനി നമ്മുടെ അങ്ങനെ നമുക്ക് അറിയില്ല, പക്ഷെ അതാണ് എൻ്റെ ആഗ്രഹം. സോ ഹോപ്പ്ഫുള്ളി നല്ല മൂവീസ് വരുമ്പോൾ ചെയ്യണം. ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ മാക്സിമം മിസ് ചെയ്യാതെ ചെയ്യണം. ഞാൻ ഭയങ്കര നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് സിനിമ എന്ന് പറഞ്ഞിട്ട് വന്നയാളാണ്, പക്ഷെ ഇത്രയും കുറേ എക്സ്പീരിയൻസസ് കിട്ടി അതിൽ നിന്ന്. അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ മീനാക്ഷി, അത് കേട്ടാൽ തന്നെ ആർക്കെങ്കിലും വന്ന് ചീത്ത വിളിക്കാൻ തോന്നും. സത്യം, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയും. ഇപ്പൊ ചേട്ടന് തന്നെ എന്തോരം ട്രോളും എന്തോരം കാര്യങ്ങളൊക്കെ. അപ്പൊ അതും പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചേട്ടൻ പണി നടക്കുമോ? മീനാക്ഷിയിലും കൂടിയ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അവരുടെ സൗകര്യങ്ങളായിട്ട് വേർതിരിവുണ്ടാവും മീനാക്ഷിയൊക്കെ പോകുമ്പോൾ. ഇതുവരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ അതുണ്ടെങ്കിലും അത് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ ശ്രദ്ധിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ മറ്റേ തുള്ളിച്ചാടി നടക്കുന്ന ആളൊന്നുമല്ല. തുള്ളിച്ചാടി നടക്കാനല്ല എപ്പോഴും ഇഷ്ടം. എനിക്കതാ ഇഷ്ടം. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷനാ? നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്ക് സ്വാഗതം. ഇന്ന് രണ്ടുപേര് ഫീമെയിൽ ആണ്. കടകന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അവരെല്ലാവരും അപ്പം പെൺകുട്ടികളെ വേറെ അങ്ങ് എടുക്കാന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എനിക്കിപ്പോഴേ ടെൻഷനായി. മീനാക്ഷി, നമ്മൾ ഇതുവരെ ഇരുന്നിട്ടില്ല അല്ലേ? ഇല്ല, ഇതുവരെ ഇരുന്നിട്ടില്ല. ഞാൻ ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് റിപ്പോർട്ടർ ഒക്കെ ഒരു ഇതുള്ള ഒരാളുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അതെയോ? ചാനലിലൊക്കെ ഇരുന്നിട്ടുണ്ട്, അതായത് TV ചാനൽ അല്ലാതെ. സോന എന്ത് പറയണം? സുഖമല്ലേ? നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ വന്നേക്കണം മോളിൽ? നമുക്കറിയില്ലല്ലോ, അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് അല്ലേ വരാൻ പോകുന്നതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സിനിമയിൽ നിന്ന് തുടങ്ങാം അല്ലേ? മാർച്ച് 1 നമ്മുടെ സിനിമ റിലീസാണല്ലേ? വ്യത്യസ്തമായ ഒരു കഥയാണ്. എന്നോട് ഹക്കീമൊക്കെ പറഞ്ഞു, എൻ്റെ നാട്ടുകാരനാണ് ഹക്കീം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ അഭിമാനമാണ് ഈ സിനിമ. ഈ സിനിമ എന്തോരം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യും ഞാൻ. അത് എൻ്റെ അഭിമാനമാണ് ഹക്കീം, സ്വന്തം നാട്ടുകാരൻ. അദ്ദേഹം കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അതിലും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് എന്നാണ് പറഞ്ഞത്. ഹീറോ ആയിട്ട് മലയാളത്തിൽ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്? ഹീറോ ആയിട്ട് അല്ല, പ്രണയവിലാസത്തിലൊക്കെ ഷെയ്ഡ് ഉണ്ടെങ്കിലും ടീച്ചറിൽ ചെയ്തിട്ടുണ്ട്. മുലപ്പുളുമായിട്ടല്ലേ? ഗംഭീര ക്യാരക്ടറിലായിരുന്നു. പിന്നെ തമിഴിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു നാടൻ കഥാപാത്രം. ഹക്കീം എന്താണെന്ന് കാണിക്കുന്ന ഒരു കഥാപാത്രം. എങ്ങനെയാണ് മീനാക്ഷി ഈ സബ്ജക്റ്റിലേക്ക് എത്തുന്നത്? എന്നെ ആക്ച്വലി പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. കഴിഞ്ഞ ഏപ്രിൽ മെയ് സമയമൊക്കെ ആയപ്പോഴത്തേക്കും, അല്ല ജൂൺ, ആ സമയം ആയപ്പോഴത്തേക്കും എന്നെ പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചാണ്. ഇതുപോലത്തെ ഒരു ക്യാരക്ടറുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞാൽ സിനിമയിൽ ഒരു ക്യാരക്ടർ റോളാണ്, ചെറിയൊരു റോളാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ചെറിയ റോളാണെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള ക്യാരക്ടറാണെങ്കിൽ, എനിക്ക് ചെറിയ റോളാണെങ്കിലും ഓക്കെയാണ്. അങ്ങനെ വന്നു. ഇത്ര ദിവസത്തെ ഷൂട്ടുണ്ടെന്നുകൊണ്ട് വന്ന് ചെയ്തു പോയി. അല്ല, നമ്മൾ ചെയ്യുന്ന ഒരു സീനാണെങ്കിലും പ്രേക്ഷകർ ഇറങ്ങുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നമ്മുടെ സ്ഥാനം മതി. അതെ, റെലവൻസ് ഉണ്ടാവണം. തീർച്ചയായിട്ടും. അതിപ്പോൾ എത്ര വലിയ സിനിമയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സിനിമ വിജയിക്കുകയോ പരാജയപ്പെടുകയോ നമ്മുടെ ഒരു ക്യാരക്ടർ ആളുകൾക്ക് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ക്യാരക്ടർ റോൾസിന്റെ പ്രത്യേകത എന്നും തോന്നുന്നു. ഇപ്പൊ ചില സിനിമകൾ പരാജയപ്പെട്ടാലും ആ സിനിമയിലെ ക്യാരക്ടർ റോൾസ് ആളുകൾ ഓർത്തിരിക്കും. ഇപ്പം ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയിൽ, അല്ല ആ സിനിമ വിജയമായിരുന്നു, എന്നാൽ കൂടെയും അതിനകത്ത് സുരാജേട്ടൻ വളരെ ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സുരാജേട്ടന്റെ റോൾ എല്ലാവരും ഓർത്തിരിക്കും. അല്ല, ഞാൻ ഇതിനകത്ത് അതുപോലെ ആണെന്നല്ല കേട്ടോ, പക്ഷെ ഞാൻ പറയാം, ചെറിയ ക്യാരക്ടർ സമയം നമ്മുടെ റെലവൻസ് പോലെ ഇരിക്കും ക്യാരക്ടറിന്റെ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതെ, സമയമുണ്ട് അല്ലേ? അതുപോലെ തന്നെ ആയിരിക്കും. ഒരു ആങ്കർ മേഖലയിൽ നിന്നാണ് വരുന്നത് അല്ലേ? പ്രോഗ്രാമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്, വീട്ടിലിരുന്ന് കാണാറുണ്ട്. പക്ഷെ ആ ഒരു ആങ്കറിങ് മേഖല ഇല്ലായിരുന്നെങ്കിൽ ഒരു സിനിമയിലേക്ക് എത്തുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ആങ്കറിങ്ങിൽ കൂടെ അല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നായികാനായകനിൽ കൂടെ ആണ്. അപ്പം നായികാനായകനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആങ്കറിങ് എന്ന് പറയുന്നത് ഒരു സർവൈവലിന്റെ ഭാഗമായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. ഞാൻ നേരത്തെ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ +2 കഴിഞ്ഞപ്പോൾ മുതൽ, പിന്നെ ഞങ്ങൾക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കോമ്പറ്റീഷനൊക്കെ ഉണ്ട് ആങ്കറിങ്ങിൻ്റെ.
അങ്ങനെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ +2 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഇവൻറ്റിലൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തും എനിക്ക് ഇവൻറ്റ്സും ഷോസൊക്കെ വരുമ്പോൾ ഞാൻ പോയിട്ട് ചെയ്യുമായിരുന്നു. അപ്പം അത് പക്ഷെ ഒരു പ്രൊഫഷനായിട്ട് അങ്ങനെ പോകണം എന്നുള്ളൊരു പ്ലാനൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിലേക്ക് വന്ന ഇപ്പോൾ സിനിമയുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടല്ലോ, ആ സമയത്ത് കയ്യിൽ പൈസ വേണം, കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണം. അപ്പോൾ ഒരു സർവൈവലിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ചെയ്തു തുടങ്ങിയതാണ് ആങ്കറിങ്. അത് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ ആക്ടിങ് ആണ് ദ മേജർ ഇഷ്ടം. അത് കഴിഞ്ഞിട്ടാണ് ആങ്കറിങ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് പോകുന്നത്. ആക്ടിങ് സ്വപ്നം കണ്ടാണ് കൊച്ചിയിലേക്ക് ചേക്കേറിയത്? അല്ലല്ല, ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ കൊച്ചിയിലാണ് പഠിച്ചത്. ഏവിയേഷൻ പഠിച്ചത് കൊച്ചിയിലാണ്. അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ട് പിന്നെ ഡൽഹി പോയി. അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ വാങ്ങിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ വന്നു. ഞാൻ കൊച്ചിൻ ബേസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നായികാനായകൻ വരുന്നത്. നായികാനായകൻ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സിനിമയോടുള്ള കുറച്ചുകൂടെ താല്പര്യം കൂടി. കാരണം ഇതിന് മുമ്പ് അറിയില്ലായിരുന്നു സിനിമയിലേക്ക് എങ്ങനെ വരണം എന്നൊന്നും. താല്പര്യം കൂടി. പിന്നെ എനിക്കറിയാം, ഇപ്പം നേരത്തെ ചോദിച്ചില്ല ആങ്കറിങ്ങിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ ചാൻസ് ചോദിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ കയറുമെന്ന് എനിക്കറിയാം. അല്ല, നമ്മൾ ചാൻസ് ചോദിക്കും. നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ വലിയ കടലാണ് അല്ലേ. നമ്മൾ തേടിപ്പോയാലും നമ്മൾ സിനിമ തേടിയല്ലോ. നമ്മളെ തേടി സിനിമ വരില്ല. നമ്മളെ അടുത്ത ആളുണ്ട്, ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. കോമ്പറ്റീഷൻ ഒരുപാടുള്ള ഒത്തിരി ഉള്ള, അത് പെൺകുട്ടികൾക്ക് ഒത്തിരി ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും എല്ലാരും ഇൻട്രസ്റ്റഡ്. പണ്ട് കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. പണ്ട് ചിലപ്പോ പണ്ടത്രയും കിട്ടാറില്ല. സോന ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് തോന്നുന്ന 3ാമത്തെ സിനിമയാന്ന് തോന്നുന്നു അല്ലേ? വെയിലിൽ ചെയ്തിരുന്നു, സിനിമ ചെയ്തിരുന്നു, പെപ്പയുടെ കൂടെ. പിന്നെ എന്താണ്, സിനിമകൾ കിട്ടാതെ പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ്, ഫാമിലി ആയിട്ട് അവിടെയാണ്. അപ്പോൾ കോവിഡിൻ്റെ ടൈമിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ സ്റ്റക്ക് ആയതുകൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ എന്തോ ഇറ്റ് ഇസ് റൈറ്റ് ടൈമിൽ റൈറ്റ് മൂവി വരുന്നു. ചിലത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഓ മേരി ലൈല കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലായിരുന്നു, തിരിച്ചു പോയി. അപ്പോഴാണ് ഈ മൂവി അവർ കോൺടാക്ട് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ഭയങ്കര റാൻഡം ആയിട്ട് വന്നതാണ്. ഇല്ല, വെയിൽ സിനിമ ചെയ്യുമ്പോൾ, വെയിൽ സിനിമ നമുക്കറിയാം, സംഭവങ്ങളിലേക്ക് ബാക്കിലേക്കൊന്നും ഹിസ്റ്ററിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ ഒരു സിനിമ അത്രയും ലാഗ് ചെയ്തത് ഒരു പരിധി വരെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ, ഞാൻ 19 years ഉള്ളപ്പോൾ 18-19 years ഉള്ളപ്പോൾ തുടങ്ങിയ +2 പഠിക്കുന്ന സമയത്താണോ അല്ലേ? അതെ, അല്ല +2 കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ ആ ഒരു ഏജിലാണ് തുടങ്ങിയത്. പക്ഷെ അത് ഒരു ഷൂട്ട് ചെയ്യാൻ തന്നെ ഒരു 1 year എടുത്തു. പിന്നെ റിലീസ് ചെയ്യാൻ കുറെ ടൈം എടുത്തു. അപ്പോൾ പിന്നെ വിവാദങ്ങൾ വന്നു, അതെ, മുടി വെട്ടി, അത് പിന്നെ കത്തി. അപ്പൊ എന്റെ മൂവി ഇറങ്ങാതെ നമുക്ക് ആൾക്കാർ എന്നെ അറിയില്ലല്ലോ. എന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതാലോ. അപ്പൊ അതിന് കുറച്ചധികം നാള് വെയിറ്റ് ചെയ്തു. ചിലപ്പോൾ അത് പെട്ടെന്ന് ഇറങ്ങിയെങ്കിൽ കുറച്ചും കൂടെ മൂവീസ് ആ ടൈമിൽ ചെയ്യായിരുന്നു. ബിക്കോസ് ഷെയ്ൻ, കുമ്പളങ്ങി, ഇഷ്കൊക്കെ ചെയ്ത ടൈമായിരുന്നു. അപ്പൊ ഇറ്റ് ഹാപ്പൻസ്. അല്ല, ഇപ്പൊ നമ്മൾ നേരത്തെ നമുക്കുള്ള സമയത്തിന് നമുക്ക് സിനിമ അത് ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ ഭയങ്കര നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് സിനിമ എന്ന് പറഞ്ഞിട്ട് വന്നയാളാ. പക്ഷെ ഇത്രയും കുറേ എക്സ്പീരിയൻസസ് കിട്ടി അതിൽ നിന്ന്. മീൻസ് ഒരു 1 year, അതെ, മൂവി വരില്ല എന്ന് വരെ വിചാരിച്ചു. ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ ഓക്കെ, ഞാൻ ഓർത്തു ഇനി ഞാൻ തിരിച്ചു പോവായിരുന്നില്ല എന്ന്. ബട്ട് ഐ തിങ്ക് മൂവീസ് അങ്ങനെയാണ്, നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറെ സ്ട്രഗിൾ ചെയ്തു. നമുക്ക് അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നോട്ട് ഒരിക്കലും പോകരുത്. നമ്മൾ മുന്നോട്ട് തന്നെ യാത്ര ചെയ്യണം. അപ്പോഴേ നമുക്ക് സിനിമ കിട്ടത്തുള്ളൂ. അതാണ് ഈ മേഖല എന്ന് പറയുന്നത്. സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയിൽ ഒത്തിരി ആളുകളുണ്ട്, നമ്മളിൽ പകലും ചൂസ് ചെയ്യാൻ ആളുകളുള്ളതുകൊണ്ട്. അപ്പം ആ ഒരു മടി വിചാരിച്ചാൽ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും, ഓസ്ട്രേലിയയിൽ തന്നെ ഇരിക്കേണ്ടി വരും. കേരളത്തിൽ കളി കണക്കില്ല അല്ല വിനേഷ്? വിനേഷ് കണ്ടില്ല, ഓടി നടന്നാണ് ഇപ്പൊ സിനിമ. ആലോചിച്ചാലോചിച്ച് മുടി വരെ നിറച്ചു, മുടി നിറച്ചോ? ഒറിജിനലാണെങ്കിൽ പറഞ്ഞ കേട്ടോ, ഞാൻ എന്റെയോ അത് എന്നുവെച്ചാ ഇപ്പോഴൊന്നുമല്ല. ഞാനൊരു 18-19 years ഉള്ളപ്പം ഇവിടെ സ്ട്രീക്സ്, അന്ന് ഇവിടുന്ന് അല്ല ഇപ്പോഴും ഉണ്ടത്, ഇവിടുന്ന് മാത്രം ഇങ്ങനെ ഹെയർ കളർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. സ്ട്രീക്സ് കുറച്ച് സ്ട്രാൻഡ്സ് എടുത്തിട്ട് അതെന്റെ തന്നെ കയ്യിരിപ്പം. ഞാൻ തന്നെ ചെയ്തിട്ട് ഒരു ദിവസം രാത്രി ചെയ്തയാ, ഞാൻ അങ്ങ് കിടന്നുറങ്ങിപ്പോയി. എനിക്കൊന്ന് എന്തോ 30 minutes എന്തോ വെച്ചാൽ മതിയായിരുന്നു. ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ കിടന്നുറങ്ങിപ്പോയി. പിറ്റേ ദിവസം എണീറ്റ് വാഷ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഉദ്ദേശിച്ച കളറൊക്കെ വന്നു, കളറിനൊക്കെ കുറച്ചുകൂടെ ലൈറ്റ് കളർ വന്നു. പിന്നെ അവിടെ നിന്ന് വളരുന്ന ഹെയർ മൊത്തം, എനിക്കൊന്നും സെൽസ് ഒന്നും ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. പിന്നെ അവിടെ നിന്ന് വളർന്ന ഹെയർ മൊത്തം നരയായി. പിന്നെ അതൊന്നും ഞാൻ മൈൻഡാറില്ല. എംബ്രേസ് യുവർ ഇൻസെക്യൂരിറ്റീസ് എന്ന് അറിയത്തില്ല, ഞാൻ അങ്ങനെ ഒരാളാണ്. എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഇപ്പം സിനിമ വർക്കൊക്കെ വരുവാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. ഐ ആം ഓക്കെ വിത്ത് ദിസ്. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. അത് ഭാഗ്യം നിറയെന്ന് പറയാമല്ലോ നമുക്ക്.
അങ്ങനെ ഇത് ഭംഗിയല്ലേ? പിന്നെ എന്ത് കുഴപ്പമില്ല. മീനാക്ഷി എവിടെ ചെന്നാലും ക്യാമറ ഓടിയെത്തുമല്ലേ? പൊന്നുകുടത്തിന് എന്തിനാ വോട്ട്? അല്ല, മീനാക്ഷി എവിടെ ചെന്നാലും ക്യാമറകൾ ഓടിയെത്താണ്. ഈ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു മീനാക്ഷിയുടെ. അല്ല, ഞാനത് ചോദിക്കണം എന്ന് ഓർത്തിരിക്കാം. മീനാക്ഷി ഈ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. മീനാക്ഷി എവിടെ എത്തിയാലും ക്യാമറാമാൻമാർ ഇങ്ങനെ വരുന്നു. മീനാക്ഷി അത് മോശമായി ചിത്രീകരിച്ചു എന്ന രീതിക്ക് ഒരു സംസാരം ഉണ്ടായിരുന്നു. അല്ല, അത് മീനാക്ഷി ഒരു ആങ്കറാണ്, ഒരു ചാനലിൽ നിന്ന് വരുന്നതാണ്. ഒരു ക്യാമറാമാൻ എന്തൊക്കെ ഷൂട്ട് ചെയ്താണ് അവിടെ വൈറലാക്കുമെന്ന് അവൻ ശ്രദ്ധിക്കുള്ളൂ. അത് മീനാക്ഷിയെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പോലെ മീനാക്ഷിക്ക് ഫീൽ ചെയ്തു. എന്താണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ കാരണം മീനാക്ഷി? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം ഭയങ്കര ക്ലിയർ ആക്കേണ്ടത്, ഞാൻ ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ പേജിൽ കൂടെയോ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഒരു എന്തെങ്കിലും ഈ പറയുന്നവരെ സോ കോൾഡ് എന്തെങ്കിലും കോൺട്രവേഴ്സി വരുവാണെങ്കിൽ ഞാൻ തനിയെ വന്നിരുന്ന് മറ്റേ അതിന് ഉത്തരം പറയുന്ന ഒരാളല്ല. ഞാൻ അതിന് സംസാരിക്കാറുമില്ല, എനിക്ക് അതിനുള്ള സമയവും ഇല്ല. ഏതെങ്കിലും ഇന്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ എന്തായാലും വരും, അതെനിക്ക് ഉറപ്പാണ്. എനിക്കൊന്ന് വളരെ വിരലിലെണ്ണാവുന്ന ഇന്റർവ്യൂസിലാണ് ഇതിനെപ്പറ്റി എന്നോട് ചോദിക്കാത്തത്. ബാക്കി എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ ചെന്നിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിക്കും ഈ വിവാദത്തെ പറ്റി എന്താണ് പറയാനുള്ളത്, അതിനെപ്പറ്റി. ഞാൻ എല്ലായിടത്തും ചെന്നിരുന്ന് എനിക്ക് കുഴപ്പമില്ല, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് കുഴപ്പമില്ല പറഞ്ഞ് ഞാൻ മടുത്തു. അപ്പോൾ ലാസ്റ്റ് ടൈം ഇതുപോലെ എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു. കാരണം അത് ഞാൻ അപ്പോൾ അവിടെ സംസാരിക്കാനും വിഷയം ഈ പറഞ്ഞ കണക്ക് വളരെ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു വീഡിയോ അതിൻ്റെ തലേ ദിവസം അതിന് മുന്നത്തെ ദിവസം എന്താണ് ഇറങ്ങിയത്, എനിക്ക് അൺകംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു വീഡിയോ ഇറങ്ങി. അപ്പം ഞാൻ സംസാരിച്ചില്ല, ഞാൻ അതിൽ പ്രൊഡക്ഷനിലാണ് അതിനെപ്പറ്റി സംസാരിച്ചത്. അപ്പോൾ പ്രൊഡക്ഷനിൽ പറഞ്ഞു മീനാക്ഷി നേരിട്ട് സംസാരിക്കേണ്ട, നമ്മൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവരോട് സംസാരിക്കുകയും അത് റിമൂവ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പിന്നെ അല്ല, എനിക്കും അറിയില്ല, ഞാൻ അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എടുത്തില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തേ അത് വലിയ രീതിക്ക് സംസാരമായി വാർത്തയാകുകയും ചെയ്തു. അതെ, അല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ പിന്നെ അത് റിമൂവ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ വിശ്വാസം അതാണ്. പക്ഷെ ഞാൻ പിന്നെ അതിന്റെ കൂടുതൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് വയ്യ. ഞാൻ പൊതുവെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്ന ആളല്ല. ടു ബി ഓണസ്റ്റ്, എനിക്ക് അല്ലാതെ തന്നെ 100 ടെൻഷനും സ്ട്രെസ്സും ഉണ്ട്. ലൈക്ക് ഞാൻ പ്രൊഫഷണലി പറയാണ്, അല്ലാതെ തന്നെ എനിക്ക് ചിന്തിക്കാൻ വേറെ 100 കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ അളവ് ആരൊക്കെ എടുത്തു അത് ആലോചിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് വയ്യ. അപ്പം എന്നോട് ഏത് ഇൻ്റർവ്യൂവിൽ ചെന്നാലും ചോദിക്കും ഓക്കെ ആണോ. ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമില്ല. ഐ മീൻ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് ഇന്നലെ അമ്മ പറയുന്നുണ്ടായി, എൻ്റെ അച്ഛൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നുമില്ല, ഫേസ്ബുക്കിലില്ല, ഇൻസ്റ്റഗ്രാമിലില്ല, ഒന്നുമില്ല. അച്ഛൻ റിട്ടയർ ആയി കഴിഞ്ഞാണ് യൂട്യൂബ് തന്നെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത്. എൻ്റെ അടുത്ത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ അമ്മയോട് കണ്ടിട്ട്, അപ്പോൾ അച്ഛൻ ആരോ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. കണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ അമ്മയോട് ചോദിക്കുന്നത്, എടോ ഈ ഡ്രസ്സിന് എന്താണ് കുഴപ്പമെന്നാണ് പറയുന്നത്, എന്താ ഇപ്പം പ്രശ്നം? അച്ഛനും അറിയില്ല പ്രോപ്പർ പ്രശ്നം എന്താണെന്ന്. എന്താ പ്രശ്നം എന്താന്ന് അമ്മ പറയുന്നത് എനിക്കും അറിയത്തില്ല, എന്തൊക്കെയോ ആളുകൾ പറയുന്നുണ്ട് പോവാൻ പറയാന്ന്. ഞാൻ അത്രയും ലിബറൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പം എനിക്കത് വിഷയമുള്ള കാര്യമല്ല. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് മറ്റേ വിഷയമുണ്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണോ പ്രശ്നമുണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. എനിക്ക് പ്രശ്നമില്ല. അല്ല, മീനാക്ഷിക്ക് പ്രശ്നമില്ല എന്നുള്ളത് കറക്റ്റാണ്. മീനാക്ഷി അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. മീനാക്ഷി ആ കാരണം എന്താണ് അങ്ങനെ പറയാൻ? അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് മീനാക്ഷി കാണുന്നു. മീനാക്ഷിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്താണെന്നുള്ളത്. ശരിയാണ്, അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡ്യൂട്ടി ചെയ്യുമ്പോൾ മാന്യമായിട്ട് ചെയ്യുകയും ചെയ്യണം. അത്രേ ഉള്ളൂ എൻ്റെ പോയിന്റ്. അല്ല, അത് ഞാൻ കൃത്യമായിട്ട് പറയും. അത്രേ ഉള്ളൂ, മാന്യമായിട്ട് ചെയ്യുകയും ചെയ്യണം. ഡ്യൂട്ടി ചെയ്യുന്നവർ മാന്യമായിട്ട് ചെയ്യണം. എൻ്റെ പോയിന്റ് അത്രേ ഉള്ളൂ. അതങ്ങനെ മീനാക്ഷിക്ക് തോന്നിയ ഒരു വീഡിയോസ് ആയിരിക്കുമല്ലോ. മീനാക്ഷി അതിനുശേഷം സംസാരിച്ച പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. മീനാക്ഷി അതിനുശേഷം മീനാക്ഷിയുടെ ഡ്രസ്സിങ് അത് മീനാക്ഷിയുടെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ ഡ്രസ്സിങ് എൻ്റെ സോനയുടെ സ്വാതന്ത്ര്യമാണ്. അതിലാരും കിടന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മീനാക്ഷിക്ക് മീനാക്ഷിയുടെ കുടുംബത്തെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി, അല്ലേ? എനിക്ക് എൻ്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയാൽ മതി, അല്ലേ? അതാണ് നമുക്ക് സ്വാതന്ത്ര്യം. മീനാക്ഷി വീണ്ടും അത്തരം ഡ്രസ്സുകൾ ഇട്ടും വീണ്ടും ഈ ക്യാമറ കണ്ണുകൾ അങ്ങോട്ട് തിരിയുമ്പോഴും മീനാക്ഷിക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? എൻ്റെ അടുത്ത് ചിലവർ ചോദിച്ചു എന്തുകൊണ്ട് നോ പറഞ്ഞുകൂടാന്ന്. ബിഹൈൻഡ് ദ ക്യാമറ നടക്കുന്ന കാര്യങ്ങൾ ആളുകൾക്ക് അറിയില്ലല്ലോ. ഞാൻ എന്നെക്കൊണ്ട് പറയാൻ പറ്റാവുന്ന രീതിയിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എനിക്ക് തോന്നുന്നു, എനിക്കത് അറിയില്ല ഇത് എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് കണ്ടന്റ് കിട്ടും എന്ന് കാണുന്ന, ഇപ്പം ഞാൻ പറയുന്ന കണക്ക് ഈ ഡ്രസ്സ് വരുമ്പോഴാണോ എന്നറിയില്ല, അവർ വീണ്ടും ക്യാമറയും കൊണ്ട് വരുന്ന വോടെവർ അത് അവരുടെ കാര്യം. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ എന്താണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന്. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ 3 പേരും കൂടെ ഒരു സ്ഥലത്ത് പോവാണ്. നമ്മൾ 3 പേരും കൂടെ സ്ഥലത്തോടെ നമ്മൾ 3 പേരും കൂടെ എടുത്തു. നമ്മൾ 3 പേരും ആ പരിപാടിയിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള 3 പേരാണ്. എന്തുകൊണ്ടാണോ നിങ്ങൾ ആരെയും ഷൂട്ട് ചെയ്യാതെ എന്നെ ഷൂട്ട് ചെയ്യുന്നത്? അപ്പോൾ ആളുകൾ പറയും പബ്ലിക്, അപ്പം എൻ്റെ പ്രൈവസീനെ കുറിച്ച് ഞാൻ സംസാരിച്ചാൽ പറയും പബ്ലിക് പ്ലേസിൽ
പ്രൈവസി അങ്ങനെ എന്തോ ഒരു ടോപ്പിക് വന്നിരുന്നു. അല്ല അങ്ങനെ വന്നിട്ടു അല്ല പബ്ലിക് പ്ലേസിലല്ലേ വരുന്നത്, അപ്പൊ പ്രൈവസി ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ വന്നത് നമ്മൾ പബ്ലിക് പ്ലേസിലാണെങ്കിലും അല്ലാത്ത പ്ലേസിലാണെങ്കിലും ഒരു ആഫ്റ്റർ ദിസ് പോയിന്റ് എന്റെ പ്രൈവസി തന്നെയാണത് 100%. അല്ലേ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഇപ്പം നീ ആദ്യം പോയി മാന്യമായി ഡ്രസ്സ് ചെയ്യുന്ന പറയുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ വസ്ത്രധാരണം ഒന്നിനോടുള്ള യെസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചേട്ടാ. ആ ഡ്രസ് ചെയ്യാൻ മാന്യമായി ഡ്രസ് ചെയ്യാൻ പറയുന്നവരെ കണ്ണിന്റെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് അത് ഒന്നിനോടുള്ള യെസ് അല്ല. അപ്പൊ പറയുന്നില്ല നിങ്ങളുടെ അത് നിങ്ങൾക്കുള്ള യെസ് അല്ല ഞാൻ ആ ഡ്രസ്സ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഞാൻ അൺകംഫർട്ടബിൾ ആവുന്നത്. പിന്നെ അപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ഞാൻ എവിടെ എൻ്റെ പേഴ്സണൽ പേജിൽ കൂടെ വന്നു എനിക്കത് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് അത് സംസാരിക്കാനുള്ള സമയവും ഇല്ല, നേരവും ഇല്ല, എനിക്ക് വേറെ കാര്യമുണ്ട്. അതേ പറഞ്ഞു, എനിക്ക് വേറെ 100 ടെൻഷനും ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പം ഇതൊന്നും അല്ല എൻ്റെ വിഷയം. പക്ഷേ ഇൻ്റർവ്യൂസിൽ എന്നോട് വന്നിരിക്കുമ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അപ്പോഴാണ് ഞാൻ ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ 3 പേരും കൂടെ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ 3 പേരും കൂടെ എടുത്തോ, കുഴപ്പമില്ല. എന്നെ മാത്രം ഭയങ്കര ഒരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാപ്ഷൻസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഞാൻ നമ്മുടെ പ്രേമലു തന്നെ കാണാൻ പോയ ദിവസം അതിന്റെ താഴെ ഇട്ടേക്കുന്ന ക്യാപ്ഷനാണ് എന്താ, അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ മീനാക്ഷി. അത് കേട്ടാൽ തന്നെ ആർക്കെങ്കിലും വന്ന് ചീത്ത വിളിക്കാൻ തോന്നും, സത്യം. ബിക്കോസ് ദാറ്റ്സ് വെരി ഓബ്വിയസ്. അപ്പൊ ഞാനല്ലേ ഇത് അപ്പം മറ്റേ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എനിക്കറിയില്ല. മീനാക്ഷിയുടെ ഒരു PR വർക്കാണെന്നും കൂടെ ചിന്തിച്ചു പോകും ചിലപ്പോൾ. എനിക്കല്ലേ അല്ല അങ്ങനെ ചിന്തിച്ചു ആളുകൾ ആ കമന്റ് വരുമ്പോഴേ മീനാക്ഷിയുടെ PR വർക്കാണെന്ന് ചിന്തിക്കും ചില ആളുകൾ. അതാണ് ആ കമന്റ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചത്. അത് ഒന്നും അറിയില്ലാലും അവരിടുന്ന ഒരു ടാഗാണ് ഇടുന്നത്, മീനാക്ഷി പോലും അറിയുന്നില്ല. ഞാൻ ഡ്രസ്സപ്പ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എന്നെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി. ഈ ഷോക്കേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ അതെ അതെ അല്ല, ചിലവര് ഷോക്കേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. എക്സാക്ട്ലി. ചിലവർ പറയും അത് കാണിക്കാനല്ലേ ഇത് കാണിക്കാനല്ലേ, ബോഡി പാർട്സ് കാണിക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ടു ഷോ കേസ് ആർസെൽഫ്. ഇപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ് ഇടാൻ അതിന്റെ ഒരു വാർഡ്രോബ് ഉണ്ടാവും, വീട്ടിലിടാനുള്ള വാർഡ്രോബ് ഉണ്ടാവും. നമ്മളെ ബെറ്റർ ആയിട്ട് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഡ്രസ്സുകൾ വെച്ചിരിക്കുന്നതും നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി പോകുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന ഡ്രസ്സ് ഇട്ട് നമ്മൾ പോകുമല്ലോ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഷോക്കേസ്. പിന്നെ എനിക്ക് എൻ്റെ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് കോസ്റ്റ്യൂംസിൽ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫാഷൻ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ തന്നെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാൻ ഇഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞു, അത് ഒരാളുടെ പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യുന്നത് അവരുടെ ഡ്രസ്സിൽ കൂടെ ഒന്നും അല്ലല്ലോ. സോ ഞാൻ അതിനോടൊന്നും അതെ ഞാൻ ഈ വന്നിരിക്കുമ്പോ എല്ലാരും പ്രശ്നമുണ്ടോ എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമില്ല. ഞാൻ എന്താ എനിക്ക് പ്രശ്നം ഉണ്ടെന്നാണോ കേൾക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് പ്രശ്നമില്ല. അല്ല മീനാക്ഷി പറഞ്ഞതിൽ ഒരു പോയിന്റിൽ ഞാൻ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞത് മീനാക്ഷി ഉൾക്കൊള്ളുന്നു. ചെയ്യുന്നവർ മാന്യമായിട്ട് ചെയ്യുക, അതൊരു പോയിന്റ്. മറ്റു മീനാക്ഷികൾ നമ്മൾ 3 പേരും 3 പേർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല നമ്മൾ പോകുന്നത്. എന്തിനെന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നു? ആ ഒരു ചോദ്യം കറക്റ്റാണ് മീനാക്ഷി ചോദിച്ചത്. അപ്പോൾ അവർ പറയുന്ന ഒരു ന്യായമുണ്ടാകും, മീനാക്ഷി ഡ്രസ്സിങ്ങിലാണ് അവരെ ഫോക്കസ് ചെയ്യുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് അതെന്റെ ഒന്നിലേക്കുള്ള യെസ് അല്ല. അത് ബെഡ്റൂമിൽ ഒളിക്യാമറ വെക്കുന്നതിന് തുല്യമായി പോകും അല്ലേ? അത് എങ്ങനെ വേണമെങ്കിലും അല്ല അങ്ങനെ പറയേണ്ടി വരും. അതിന്റെ ഉദാഹരണം അങ്ങനെ അല്ല ഞാൻ പറയാം. പക്ഷെ അത് ഒന്നിലേക്കുള്ള യെസ് അല്ലല്ലോ. ദാറ്റ്സ് വെരി എവിഡന്റ്. അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല ചേട്ടാ. ഞാൻ അതുകൊണ്ടാണ് ഇതിനെ പറ്റി മറ്റേ ആധികാരികമായിട്ടൊന്നും അത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്ക് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ട്രോളുകൾ ഇറങ്ങിയിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്തായിരുന്നോ? ഇല്ല, ട്രോളുകൾ ഒത്തിരി വന്നായിരുന്നു കേട്ടോ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല അതിനൊന്നും. ഞാൻ ഫോളോ ചെയ്യാറില്ല അങ്ങനെ. നേരത്തെ പറഞ്ഞാലും നമുക്ക് അതിനുള്ള സമയമില്ല. കമന്റ്സ് ചിലത് ഞാൻ വായിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടി വായിച്ച കമന്റിൽ ഒരു തളർച്ച ഉണ്ടായത് പൊന്നേട്ടാ, ഞാൻ ഉള്ളത് പറയാം. എനിക്ക് ഇതിലൊന്നും ഞാൻ തളർന്ന് ഇരുന്ന് ഞാൻ ഞാൻ വായിച്ച് ചിരിക്കും. ഇത് ഞങ്ങൾ റൂമിലുണ്ടല്ലോ, ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാം അതേ മീനുവിന്റെ പുതിയ വിവാദം ഇറങ്ങിയിട്ട് ഞങ്ങളിരുന്ന് വായിച്ച് ചിരിക്കാറാണ് പതിവ്. അല്ലാതെ മറ്റേ കമന്റ് വായിച്ചിരുന്നത് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. എന്നെ പറ്റി ഇവർക്ക് ആർക്കും അറിയില്ല. ഞാൻ ക്യാമറയിൽ എന്താണ് പുറത്തെന്ന് ആർക്കും അറിയില്ല. ഞാൻ ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് ഇപ്പൊ എന്തോ കാര്യം? ഒരു കാര്യമില്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ യാത്ര ചെയ്തു. പിന്നല്ല, ആ യാത്രയിൽ ആര് തടസ്സം നിന്നാലും നമ്മൾ പറയേണ്ടത് പറയും. ഇതാണ് മീനാക്ഷി. ഞാൻ പറയാൻ പോലും നിൽക്കുന്നില്ല, പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിക്കുക, കുത്തി ചോദിക്കുക എൻ്റെ അടുത്ത്. പ്രശ്നമുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾ എന്ത് കരുതുന്നു, ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് കരുതുന്നത്? അപ്പൊ നമ്മൾ അതിന് ഒരു ആങ്കർ എന്ന നിലയിൽ മീനാക്ഷി ആങ്കർ ചെയ്തിട്ടുണ്ട്. ആങ്കർ എന്ന നിലയിൽ എന്തായാലും ചോദിക്കുമല്ലോ.
അതെ അതെ പിന്നെ മീനാക്ഷി തീർച്ചയായിട്ടും. ചോദിക്കുമല്ലോ. അല്ലല്ല ഞാനത് അവരുടെ കുറ്റമായിട്ടൊന്നും മീനാക്ഷി പറഞ്ഞില്ല. ചോദിക്കുമല്ലോ. പിന്നെ എന്തായാലും ചോദിക്കും. അത് മീനാക്ഷി ആവശ്യമുള്ള മീനാക്ഷി കാര്യം ചേർലായിരിക്കണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മീനാക്ഷി എന്നോട് പല കാര്യങ്ങളും ചോദിക്കും. തീർച്ചയായിട്ടും മറുപടി പറയേണ്ടത് മീനാക്ഷിയുടെ ബാധ്യത, വേണ്ടെങ്കിൽ വേണ്ട എന്ന് വെക്കാം. അതെ. അല്ലല്ല അതത്രേ ഉള്ളൂ. അത് ഒരിക്കലും ആങ്കേഴ്സിന്റെ പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ അടുത്ത് ചോദിക്കുമ്പോ ഇതാണ് എൻ്റെ കയ്യിലുള്ള മറുപടി, അപ്പൊ ഞാൻ അത് പറയുന്നു അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ മറ്റേ പേഴ്സണൽ ആയിട്ട് വന്ന് എനിക്കിത് വിഷമമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇരുന്ന് പോവുള്ളൂ. ആ സത്യം. ഇപ്പം ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയും. ഇപ്പൊ ചേട്ടന് തന്നെ എന്തോരം ട്രോളും എന്തോരം കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ട്രോൾ അല്ല എനിക്ക് അറിയാമല്ലോ. അപ്പൊ അതും പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചേട്ടൻ പണി നടക്കുമോ? ഒരിക്കലും നടക്കില്ല. ഇല്ല, അത്രേ ഉള്ളൂ. നമ്മളത് എൻജോയ് ചെയ്ത് പോകുന്നു. ട്രോളുകൾ വരും, ട്രോളുകളുടെ പണിക്ക് പോകും. വിവാദങ്ങൾ വരും, വിവാദത്തിന് അവർക്കൊരു സന്തോഷം. അവരുടെ മനസ്സുഖം കിട്ടുന്നവരെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇതാ ഞാനും കണക്ക് കൂട്ടുന്നു. കുറെയൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഓസ്ട്രേലിയയിൽ ജീവിച്ചു വളർന്നുകൊണ്ട് ഇതിലേക്കൊന്നും പെട്ടിട്ടില്ല. ഇല്ല, എന്നാലും നമ്മള് യൂട്യൂബൊക്കെ കാണുന്നതുകൊണ്ട് അപ് ടു ഡേറ്റ് ആണ്. നിങ്ങൾ ഇവിടെ വെച്ചാണോ ഈ ഷൂട്ടിന് വരുമ്പോഴാണ് പരിചയപ്പെടുന്നത് മീനാക്ഷിയായിട്ട്? ഷൂട്ട് വരുമ്പോ അതല്ലേ? എങ്ങനെയുണ്ട് മീനാക്ഷിയുടെ സ്വഭാവം? അടിപൊളിയാ. മീനാക്ഷിക്കുള്ള നെഗറ്റീവ് എന്താണ്? ഉറക്കം. അത് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അല്ലാതെ എന്റെ വീട്ടില് ഉറക്കമാണ് മീനാക്ഷിക്ക് കൂടുതൽ. ഞാൻ ഉറക്ക പ്രാന്തിയ. എപ്പോ ഉറങ്ങണം, എവിടെ ഞാൻ എവിടെ ഇരുന്നാലും ഞാൻ ഉറങ്ങും. കടലിൽ കൊണ്ട് ഇരുത്തിയാലും അവിടെ ഉറങ്ങും. ഉറങ്ങും. എന്റെ വീട്ടിൽ ഇത് തന്നെ പറയുന്നത്, ഉറക്കത്തോടുറക്കം എന്ന് പറയാം. അതായത് എനിക്ക് ഉറക്കം എന്റെ ജീവിതത്തിൽ അതെ ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഒരു മനുഷ്യന് ഉറങ്ങേണ്ട സമയമുണ്ട്, ആ സമയത്ത് ഉറങ്ങാവുള്ളൂ കേട്ടോ. സത്യം ചേട്ടാ, എനിക്ക് അറിയാം. പക്ഷെ ഞാൻ ഭയങ്കര ഉറക്കപ്രാന്തി. അതായത് എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിയ എന്റെ പ്രശ്നം തീരും. അവിടെ തീരും. എനിക്ക് അങ്ങനെയാ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ, എനിക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വരുവാണെങ്കിൽ കുറച്ചേരം കിടന്ന് ഉറങ്ങിക്കളയാം. ഉറങ്ങിയെനിക്ക് ഞാൻ ഓക്കെയാണ്. ഓക്കെ. ഒരു പാഠമാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മള് രാവിലെ ഷൂട്ടിന് വരുമ്പോ ഒരാൾ എനിക്ക് ഉറക്കം വരുന്നത് സൈഡിലൂടെ ഉറങ്ങിപ്പോ വന്നിട്ട് കുത്തി ഞാനൊരു മൂലക്കൊക്കെ ഇരുന്ന് ഉച്ചക്ക് ലഞ്ച് കഴിച്ചിട്ട് അടുത്ത ഉറക്കം. ഇന്ന് ലഞ്ച് ചെയ്തിട്ട് ഉറങ്ങാൻ പറ്റില്ല. അതെ, ഞാൻ സത്യത്തിൽ അലച്ചൊരു 10 മിനിറ്റ് റൂമിൽ കിടന്ന് ഉറങ്ങാം. ഡ്രസ്സ് മാറൊന്നും പോയി ആ പേര് പറഞ്ഞൊന്നും ഉറങ്ങാൻ നോക്കാം. ഞാൻ അവസരം കൊടുത്തില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ മീനാക്ഷിയായിട്ട് ഒരു സിനിമയിൽ ഒന്നിക്കുന്നു. നമ്മൾ നായകനിലേക്ക് വരാം. ഹക്കീം കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ സിനിമ വേറിട്ട ഒരു സിനിമയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഹക്കീം എന്നൊരു നായകനിൽ കാണുന്ന കുറെ സിനിമകൾ കാണാറുണ്ട്. മലയാള സിനിമകളൊക്കെ കാണാറുണ്ട്. UK ലാണെങ്കിലും കാണാറുണ്ട്. 2 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഓസ്ട്രേലിയയിലാണെങ്കിലും സിനിമകൾ കാണാറുണ്ട്. രണ്ടുപേരോടുള്ള മീനാക്ഷിയാണെങ്കിൽ കുറെ സിനിമയിൽ അഭിനയിച്ചു. കുറെ താരങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകിയ വ്യക്തിയാണ്. ഹക്കീമിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഹക്കീം ഇതിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രം എന്തുമാത്രം ജനങ്ങൾക്ക് സ്വീകാര്യതയാകുമെന്ന് സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? നല്ല അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര ഒരു നാട്ടിൻപുറം മീൻസ് പുറത്ത് നടക്കുമ്പോൾ ഒരാളെ കാണില്ലേ, അങ്ങനെ മലപ്പുറത്ത് ഒരാളെ കാണുവാണെങ്കിൽ അങ്ങനെ ഹക്കീം മൂവിയിലിരിക്കുന്നത് ഒരു ഭയങ്കര റഗ്ഗഡായിട്ട് എപ്പോഴെങ്കിലും അടി ഉണ്ടാക്കാൻ അങ്ങനെ. ആൻഡ് ഓൾസോ ആള് നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ പോയി ആള് വേണമെങ്കിൽ പറയാം എനിക്ക് റെസ്റ്റ് എടുക്കണം, ഇല്ല പുള്ളി അത്രയും എന്താ പറയുക അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ എല്ലാം എഫേർട്ട് മൂവിയിൽ കാണാം. ഇനിയും നല്ല നല്ല മൂവീസ് കിട്ടട്ടെ ഒരു ത്രൂ ഔട്ടായിട്ട്. പിന്നെ ഭയങ്കര നാച്ചുറൽ, ആൾ ആക്ട് ചെയ്യാന്നേ നമുക്ക് തോന്നില്ല. എനിക്കും ആള് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് അഡ്വൈസ് തരും, ഇതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ. അതൊക്കെ എനിക്ക് വലിയ വലിയ കാര്യമാണ്. കാരണം എനിക്ക് പറഞ്ഞു തരാൻ ഇവരൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ നല്ല എക്സ്പീരിയൻസ്. മീനാക്ഷി കുറേ സിനിമകളായി അല്ലേ? മീനാക്ഷി എത്ര സിനിമകളായി? റിലീസ് ചെയ്ത 4 സിനിമ. ഇപ്പം പ്രേമലു ഉൾപ്പെടെ 4 സിനിമ റിലീസായുള്ളൂ. പ്രേമലു ഉൾപ്പെടെ 4 സിനിമ. മാലിക്കാണ് ഒരു ബ്രേക്ക് വന്നത് അല്ലേ? ഞാൻ തുടങ്ങിയത് നല്ലൊരു കഥാപാത്രത്തിലുള്ള ബ്രേക്ക് വന്നത്. കഥാപാത്രം അതിനകത്ത് നല്ല കഥാപാത്രമാണ്. ചില സിനിമകൾ ആദ്യത്തെ സിനിമ നമ്മൾ അറിയണമെന്നില്ല, പക്ഷെ അത് നല്ലൊരു കഥാപാത്രമായിരുന്നു കിട്ടിയത് അല്ലേ? നല്ല ടീമായിരുന്നു. ആ ടീമും അങ്ങനത്തെയാണല്ലോ. ഇപ്പം ഇറങ്ങിയ സിനിമയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് സ്ഥലങ്ങളിലുള്ളെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതങ്ങനെയായിരുന്നോ ആ ക്യാരക്ടർ? ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. ക്യാരക്ടർ കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിരുന്നു സിനിമയിൽ. അത് 1-2 സീൻസ് കൂടെ ഉണ്ടായിരുന്നു. അത് കുറച്ച് എഡിറ്റ് ആയിപ്പോയി. പടത്തിന് കുറച്ച് ലെങ്ത് കൂടുതലായിരുന്നു, അങ്ങനെ കുറച്ച് എഡിറ്റ് ആയിപ്പോയി. അല്ലാതെ അത് എഡിറ്റായി പോയി എന്ന് മീനാക്ഷി പറയുമ്പോഴും മീനാക്ഷി കണ്ടിരുന്നാണല്ലോ, ഡബ് ചെയ്തങ്ങടെയാണല്ലോ ആ സീൻ. ആ സീൻ ഇല്ലാതെ വന്നപ്പോൾ മീനാക്ഷി അതിന് തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഇല്ലാതെ പോകും. മീനാക്ഷിക്ക് സ്വാഭാവികമായിട്ട് ഇതിലും നല്ല സീനുകളായിരിക്കാം, ചിലപ്പോൾ ഇതിലും മോശമായിരിക്കും. ലെന്ത് കാരണം കുറച്ച്. മീനാക്ഷിയുടെ മാനസിക സംഘർഷം വലുതായിരുന്നില്ലേ?
അത് ഭയങ്കര സ്വാഭാവികമല്ലേ. നമുക്കിപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം നമുക്ക് അങ്ങനെ അയ്യോ അങ്ങനെ അല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമം വന്നു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീമിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുക പറഞ്ഞു, എടാ ഇങ്ങനെ ഇത് പറഞ്ഞ പോലെ ലെങ്ത് ഭയങ്കര കൂടുതലായിരുന്നു, അതുകൊണ്ട് നമുക്ക് കഥേനെ എഫക്റ്റ് ചെയ്യാണ്ട് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഭാഗം എൻ്റെതേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കി ഏത് ഭാഗം എഡിറ്റ് ചെയ്താലും പോവും. പിന്നെ അത് മാത്രമല്ല പടം എനിക്കൊന്ന് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ എന്തോ 3 hours എത്ര എന്തോ ഉണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്താണ് 2:45 എത്തിയത്. അപ്പോൾ ഇപ്പം 2:35 ആണ് പടം. അപ്പം 10 മിനിറ്റും കൂടെ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. ആ 10 മിനിറ്റിലാണ് എൻ്റെയും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നത്. അപ്പം അത് ഭയങ്കര, പക്ഷെ അവരും ഓക്കെ അല്ലേ. എനിക്ക് ആ വിഷമം വരാന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അവർ പറഞ്ഞത് അത് സിനിമേനെ എഫക്ട് ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആ പടം നന്നായി നിൽക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു അതെനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് എനിക്കത് വിഷമമായത്. പക്ഷെ എൻ്റെ അടുത്ത് കണ്ടവരെല്ലാരും പറഞ്ഞത് ഉള്ള ഭാഗം നല്ല അപ്പം സന്തോഷമായി. പക്ഷെ അതുകൂടെ ഉണ്ടായാലും കൂടുതൽ ആയനെ എന്നുള്ളൊരു നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, മീനാക്ഷിക്കൊക്കെ ഉണ്ടാവുന്ന സന്തോഷം പ്രേക്ഷകർക്കും കുറച്ചും കൂടെ കിട്ടുവാണല്ലോ മീനാക്ഷിയെ. തീർച്ചയായിട്ടും അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ടുണ്ടെങ്കിലും സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എന്തും സഫർ ചെയ്യാം. അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഞാൻ അതും പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പോകുന്നില്ല. ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റ് എനിക്ക് തീരും. വീട്ടിൽ ചെന്ന് ഉറങ്ങി. ഈ സിനിമ കണ്ടിട്ട് എത്ര മണിക്കൂർ ഉറങ്ങി ആ സീൻ പോയാലും? ഏത് പ്രേമല് കണ്ടിട്ട്? പ്രേമല് ഫുൾ ടൈം എന്റർടൈനർ അല്ലേ. അല്ല അതല്ല ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ സീൻ കട്ടായതിൽ പോയി ടെൻഷൻ അടിച്ചിട്ട് എത്ര സമയം ഉറങ്ങിയെന്ന് ചോദിച്ചത്? മേ ബി ഒരു 2 hours ഉറങ്ങി കാണും. അപ്പം ആ സീൻ കട്ടായതിന്റെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല ഈ സിനിമ കൊണ്ട് ഉറങ്ങിയല്ല, അങ്ങനെയാ ചോദിച്ചത്. ഞാൻ വീട്ടിൽ ചെന്നു അത് കുറച്ചേരം ഉറങ്ങണം. പിന്നെ എനിക്കാണ് ഉച്ച കഴിഞ്ഞിട്ട് ഉറക്കവും വരുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങണം. കയറി കിടന്ന് ഉറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിന് സംസാരിച്ചു. ഗിരീഷൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. ശ്യാമേൻ്റെ അടുത്ത് സംസാരിച്ചു. നമ്മളെപ്പോഴും ആ ഹോൾ ടീം എപ്പോഴും ഒരുമിച്ചുണ്ടാവും ശ്യാമേട്ടനൊക്കെ ആയിട്ട്. അപ്പം മൂപ്പര് നമുക്കെല്ലാവർക്കും ഇപ്പം അവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടാ അടുത്ത വർക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണം, അത് നമ്മൾ പറയും. അപ്പോൾ അവർ പറയും ഓക്കെ അതിന് വിളിക്കാം. നമുക്ക് അതാണല്ലോ വലുത്. വന്ന് കടന്നുറങ്ങി എണീറ്റ് വൈകുന്നേരം ചായ കുടിച്ച് സെറ്റായി. മീനാക്ഷിക്ക് കിട്ടിയ വർക്കുകൾ ഇപ്പം കുറേ സബ്ജക്റ്റുകൾ കേട്ടിട്ടുണ്ടാവും. ഇനിയും സിനിമ ഉണ്ട്. ഏതെങ്കിലും സിനിമ മീനാക്ഷിയെ സെലക്ട് ചെയ്തിട്ട് പിന്നീട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? സെലക്ട് ചെയ്തിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ്. ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് പോകുന്നുണ്ട്. ഞാൻ പേരോർത്തിരിക്കാൻ തന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിന് എൻ്റെ പേരെന്തായിരുന്നു എന്നൊക്കെ സിനിമയിൽ അത് ഞാൻ ചോദിക്കണ്ടായിരുന്നു, ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ എന്നാ റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇല്ല, സിനിമയിൽ വെച്ചിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച സിനിമകളുണ്ട്. എന്തുകൊണ്ടാന്ന് പിന്നീട് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് റിജക്ഷൻസ് ഒത്തിരിയൊന്നുമല്ല. അപ്പോഴത്തേക്ക് പുതിയ എന്തെങ്കിലും വർക്ക് വരും. അപ്പൊ പിന്നെ ഇത് കിട്ടിയല്ലോ, അപ്പൊ ഇതിലും നല്ലത് അത് എന്നിട്ട് അങ്ങോട്ട് പോകും. അല്ല, നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി ഇരിക്കുകയായിരിക്കും. പിന്നീടാണ് നമ്മുടെ പേര് ഇല്ല എന്ന് നമ്മളെല്ലാം സെലക്ട് ചെയ്തിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ അറിയാറുണ്ട്, എൻ്റെ അടുത്ത് പറയാറുണ്ട് യെസ് അങ്ങനെ സിനിമയുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഡയറക്ടർ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എടാ ഈ സിനിമയിൽ അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ ഉള്ളൊരു ഫേസ് ആയിരുന്നു വേണ്ടത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇറ്റ്സ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡബിൾ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു എനിക്ക് എന്തിനാ ദേഷ്യം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പുള്ളിക്ക് ഔട്ട്സൈഡ് പ്രഷർ കൊണ്ട് പുള്ളിക്ക് മാറ്റേണ്ടി വന്നതാണ്. ഔട്ട്സൈഡ് പ്രഷർ കൊണ്ട് പുള്ളിക്ക് മാറ്റേണ്ടി വന്നതാണ്. പിന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഓഡിഷനൊക്കെ ചെയ്തായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു ഓഡിഷനൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷേ ഇങ്ങനെ കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ ഉള്ള ഫേസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഞാൻ വിഷമിച്ചിരുന്നിട്ടൊന്നുമില്ല, ടു ബി ഓണസ്റ്റ്. ഇല്ല, മീനാക്ഷിക്ക് ഇനി ചെയ്യണമെന്ന് ഇപ്പം ഒത്തിരി സിനിമകൾ കാണുന്ന ആളാണ് മീനാക്ഷി അല്ലേ? ഒത്തിരി സിനിമകൾ, ഒത്തിരി സെലിബ്രിറ്റികളുമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള ആളാണ്. മീനാക്ഷിക്ക് ഇനി ചെയ്യണമെന്ന്, മീനാക്ഷി ഇപ്പോൾ 4 സിനിമകളായിട്ടുള്ളൂ, ഇനി സിനിമകൾ ചെയ്യുന്നുണ്ട്. മീനാക്ഷി ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്ന കഥാപാത്രങ്ങളുണ്ടാകും. മീനാക്ഷിയുടെ ഈ രൂപത്തിൽ ചെയ്യണമെന്ന് തോന്നുന്ന കഥാപാത്രം എന്തായിരിക്കും മീനാക്ഷിക്ക്? പല സിനിമകൾ നമ്മൾ കണ്ടുപോയത് കൊണ്ട്. എനിക്ക് തോന്നുന്നു ഈ രൂപത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് ലൈക്ക് കൺവെൻഷണൽ ബ്യൂട്ടി ആണോ അതോ മൊത്തത്തിൽ പ്രായം, പക്വത ഇതെല്ലാം വെച്ച് ഞാൻ ചോദിച്ചു. എനിക്ക് തോന്നുന്നു എൻ്റെ
ഇതിലുള്ള ഇറസ്പെക്റ്റീവ് ഓഫ് ദ രൂപം എൻ്റെ ടാലന്റിനനുസരിച്ചുള്ള എല്ലാ ക്യാരക്ടറും എനിക്ക് അല്ല അങ്ങനെ ഏതെങ്കിലും നമുക്ക് നമ്മൾ കണ്ടുപോയ സിനിമകളിൽ ഏതെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാമായിരുന്നു? അങ്ങനെ എത്ര സിനിമകളുണ്ട്, ഇഷ്ടം പോലെ കുറേ ഉണ്ട്. പണ്ടത്തെ കുറേ സിനിമകളുണ്ട്, സുകുമാരി അമ്മയുടെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, KPC ലളിതമ്മയുടെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് പിന്നെ ആലിയ ഭട്ടിന്റെ ഗംഗുബായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അതൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചില സംഭവങ്ങൾ നമ്മൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ, നമുക്കൊരു പരിധി വരെ അഭിനയിക്കാൻ അറിയാമെങ്കിൽ കുറേ കാര്യമൊക്കെ ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് ജയ ജയ ജയഹയിൽ ദർശനയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ അതെൻ്റെ മനസ്സിൽ ഉറച്ചു. ബിക്കോസ് ജയ ജയ ജയഹയിൽ അതിനകത്ത് ദർശനയുടെ അഭിനയം കൊണ്ട് തന്നെയാണ് ദർശന അപ്പം ആ നല്ല വലിയ 4 ആണുങ്ങളെ അടിച്ചിട്ടു എന്ന് നമുക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഹർ ആക്ടിങ് വാസ് കൺവിൻസിങ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ ആളുകളിലേക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ പല അഭിപ്രായങ്ങൾ വരാറുണ്ടല്ലേ? ഒരു സിനിമയ്ക്ക് പല അഭിപ്രായം, എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല മീനാക്ഷിയുടെ ആയിരിക്കില്ല സോമയുടെ, അത്തരം അഭിപ്രായങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തു വെച്ചിരുന്ന ക്യാരക്ടറെ കുറിച്ച് പല ആൾക്കാരും പലതും പറയുന്നു. ആ കാര്യങ്ങളെ കുറിച്ച് പിന്നീട് റീതിങ്ക് ചെയ്ത് നോക്കാറുണ്ടോ? ഞാൻ പൊതുവേ ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ പൊതുവേ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരാളാണ്. അത് ഇന്നവേ നല്ലതാണ്, അടുത്ത ഒരു സംഭവം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ഒരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വർക്കിനെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ്. സെൽഫായിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് എന്ത് ചെയ്താലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എനിക്കൊരു വർക്ക് പക്ഷേ ഇതോ മറ്റത് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു, ഈ എക്സ്പ്രഷൻ അല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എപ്പോഴും സെൽഫായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ്. ആ തോട്ട് എപ്പോഴും എൻ്റെ തലയിലുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആക്കണം. അങ്ങനെ ചിന്തിക്കാറുണ്ട്. ചിന്തിക്കാറുണ്ട്. ഈ ഉടൻ പണം ഇപ്പം എപ്പിസോഡ് ഇല്ല കഴിഞ്ഞു. അത് എത്രമാത്രം സക്സസ് ആയി എന്ന് തോന്നിയിട്ടുണ്ട് മീനാക്ഷിക്ക്? ഉടൻപണം എനിക്ക് ആസ് ആൻ ആക്ടർ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്ന തുടക്കം ഇപ്പൊ ചേട്ടൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് തുടക്കം എന്ന് പറയുന്നത് നമ്മള് ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് സ്പൂഫ് ചെയ്യാറ്. അത് നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്തു. നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ക്യാരക്ടേഴ്സ് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് സ്പൂഫായിരുന്നു. എന്നാൽ കൂടെയും നമുക്ക് ഡെയിലി പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കും അതൊരു വർക്ക്ഷോപ്പ് പോലാണ്. ഡെയിലി ചെയ്യുമ്പോൾ അത് നമ്മുടെ ടാലന്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ആസ് എൻ ആർട്ടിസ്റ്റ് അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസ് എൻ ആങ്കർ, ആസ് എൻ ആക്ടർ, ലൈക്ക് ഇൻ എവറി വേ. ഈ കടകൻ സിനിമയിലേക്ക് എത്തുമ്പോൾ ഈ കഥാപാത്രത്തെ കുറിച്ച് എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് ഒരു പാർട്ടിയുടെ നേതാവാണ്. കോളേജിൽ ഉള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്. എനിക്ക് വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒത്തിരി വലിയ ക്യാരക്ടറല്ല, ഭയങ്കര ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷേ ആളുകൾ ശ്രദ്ധിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ മറ്റേ തുള്ളിച്ചാടി നടക്കുന്ന ആളൊന്നുമല്ല, ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ. തുള്ളിച്ചാടി നടക്കാനല്ല എപ്പോഴും ഇഷ്ടം. എനിക്കതാ ഇഷ്ടം പേഴ്സണലി അതാ ഇഷ്ടം. ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ ക്യാരക്ടറിലേക്ക് ഒതുങ്ങി മാറുന്നു. അതെ. പിന്നെ മനസ്സിലെപ്പോഴും ചെറുപ്പം വേണമല്ലോ. വലിയ പ്രായമൊന്നും ഇല്ലല്ലോ. ഇല്ല, അല്ല ഞാൻ പറയാം, മനസ്സിലുണ്ടാവണമല്ലോ. ഇതേ തുള്ളിച്ചാട്ടം തന്നെ ഒരു 38 വയസ്സിലും കിട്ടിയ അടിപൊളിയല്ലേ. ആഗ്രഹങ്ങളുള്ളാം, അങ്ങനെ നടക്കണമെന്നല്ല നമുക്കൊക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും. അല്ല, എന്നും ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് മീനാക്ഷല്ലോ. 38 വയസ്സാകുമ്പോൾ നിങ്ങൾ ഓടിച്ചാടിയിരിക്കണം. നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ആ സമയത്തായിരിക്കും കിട്ടുക. തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല, എപ്പോഴും കഥാപാത്രം വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. സത്യം, ശരിയാണ്. ആരാണ് ഈ സിനിമയിലേക്ക് ആദ്യം വിളിക്കുന്നത്? ശരത് മേനൻ, വെയിലിന്റെ ഡയറക്ടർ. ഞാൻ മ്യൂസിക്കലി ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുമായിരുന്നു അവിടെ ഇരുന്ന് കേട്ടോ, ഓസ്ട്രേലിയയിൽ. പിന്നെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല, കുറേ മലയാളം ഡബ് സ്മാഷ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ എന്തോ വൈറലായി, അങ്ങനെ നോട്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. എനിക്ക് സ്ക്രിപ്റ്റൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഫേക്ക് ആയിരിക്കും, പക്ഷെ എല്ലാം റിയലായിരുന്നു. അങ്ങനെ വരുന്നതാണ്. എന്തോ മേ ബി ഡെസ്റ്റിനി ആയിരിക്കാം, കാരണം അവിടെ ഇരുന്ന് ഒരു കണക്ഷനും ഇല്ല, ഓഡിഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഒരു സിനിമ അഭിനയിച്ചുകൊണ്ട് വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് പോവാണോ? അങ്ങനെയായിരുന്നു. ഞാൻ കോളേജ് അവിടെ ആയിരുന്നു, ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ കുറച്ചാളായിട്ട് ഞാൻ നാട്ടിലുണ്ട്. ഇവിടെ തന്നെയുണ്ട്? എല്ലാവരും ഇവിടെ സെറ്റിൽ ആണോ? ഇല്ല, ഫാമിലി പുറത്താ, ഞാൻ മാത്രം സെറ്റിൽ ആണ്. സിനിമയാണ് ഇനി നമ്മുടെ? അങ്ങനെ നമുക്ക് അറിയില്ല, പക്ഷെ അതാണ് എൻ്റെ ആഗ്രഹം. സോ ഹോപ്പ്ഫുള്ളി നല്ല മൂവീസ് വരുമ്പോൾ ചെയ്യണം. ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ മാക്സിമം മിസ് ചെയ്യാതെ ചെയ്യണം. മീനാക്ഷിയൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ, ഇവിടെ കൊച്ചി തന്നെ നിന്നിട്ട് കാര്യമുള്ളൂ. അല്ല മീനാക്ഷി, വീട് വിട്ടുവിടോ നിൽക്കുന്നതൊക്കെ കൊച്ചിയിൽ നിന്നിട്ടേ കാര്യം. കുറെ പേര് അഡ്വൈസ് ചെയ്തു. അങ്ങനെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മീനാക്ഷിയെ തുടർന്നു പിടിച്ചോളൂ.
അതെന്തിനാ ഞാൻ തന്നെ മറ്റേ വല്ലവരുടെ അടുത്ത് പിടിച്ചു കയറാൻ നിൽക്കുക. അല്ല, അവിടെ പിടിക്കുമ്പോൾ മീനാക്ഷിയുടെ കൈ നമ്മുടെ ഒരു കൈ കൊണ്ടുണ്ടെങ്കിൽ ആ കൂടെ അങ്ങ് വലിച്ചു പോവാണെങ്കിൽ മീനാക്ഷി അങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷനാ? മീനാക്ഷിക്ക് അങ്ങനെ ഒരു കണക്ഷൻ, എല്ലാവരുമായിട്ട് ബന്ധങ്ങളുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആള്. അതുകൊണ്ടാണ് മീനാക്ഷിക്ക്. ഫ്രണ്ട്ലി ആണ്. അതെ അതെ ഞാൻ ഈ പറഞ്ഞ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇത്തിരി ശോകം അങ്ങനെ അത്ര. അതെയോ? ആ, ഞാൻ ഭയങ്കര കുറച്ച് പുറകോട്ടാണ് ആ കാര്യത്തില്. അത് പൊതുവെ ഇപ്പൊ സിനിമ ഫീൽഡിലെ കൂടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഇപ്പം എനിക്കിപ്പം എൻ്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സൊക്കെ അവർക്ക് അറിയാം ഞാൻ അങ്ങനെ ആണെന്ന്. അതുകൊണ്ട് ഇപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ട് പോയ ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ബേസിക്കലി ആ പരിപാടി എനിക്ക് അത്ര വശമില്ല. അങ്ങനെ ഡെയിലി വിളിച്ചുള്ള ഗുഡ് മോർണിംഗ് എനിക്കത് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമില്ല. എനിക്ക് എല്ലാവരോടും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ കോണ്ടാക്ട് കീപ്പ് ഞാൻ അത് പഠിച്ചിട്ടില്ല. മേ ബി അതെന്റെ ഒരു ആസ് എ പേഴ്സൺ എൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ഒരു ഫോക്കസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഒരു കൂട്ടായ്മ, ഇവരുമായിട്ട് ഒത്തുനിന്നാൽ നമുക്ക് കുറേ സിനിമ കിട്ടും. അങ്ങനെ മീനാക്ഷിക്ക് വല്ല പാഠമുണ്ടോ? അവരുമായിട്ട് ഒരുമിച്ച് നിൽക്കണം, അപ്പൊ നമുക്ക് കുറേ സിനിമകൾ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് സിനിമകൾ കുറയും. അങ്ങനെ ഒരു ബെൽറ്റ് സിനിമയിലുണ്ട്. അയ്യോ അങ്ങനൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മളെ കണ്ടിട്ടല്ലേ ഓരോരുത്തർ വിളിക്കുന്നത്, നമ്മുടെ ഓരോ പെർഫോമൻസ് കണ്ടിട്ടല്ലേ ഓരോരുത്തർ വിളിക്കുന്നത് എന്നാണ്. ഒരു ഗ്യാങ്ങിൽ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ സിനിമകൾ കിട്ടും. ചിലപ്പോൾ ആ ഗ്യാങ്ങിൽ തന്നെ തുടർന്നാൽ നമുക്ക് കുറേ സിനിമകൾ കിട്ടും. അങ്ങനെ എനിക്ക് അറിയില്ല, കാരണം എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അപ്പൊ എനിക്കറിയില്ല. പറഞ്ഞു കേട്ടുള്ള പരിചയമുണ്ട് അങ്ങനെ. പക്ഷെ അങ്ങനെ ഗ്യാങ്ങിൽ നിൽക്കുന്ന കുറെ ആളുകളും ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ അവർക്കൊക്കെ എപ്പോഴും സിനിമകൾ കിട്ടുന്നുമില്ല. എനിക്ക് അറിയുന്ന കുറച്ച് പേര് തന്നെ ഉണ്ട്, അങ്ങനെ സിനിമകൾ കിട്ടുന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നല്ല വർക്ക്സ് വരുമ്പോൾ അത് ആളുകൾ കണ്ടിട്ട് വിളിക്കുന്നതാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇന്ന സ്ഥലത്ത് നിന്നത് കൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്കറിയില്ല, ചിലപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഈ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പം മീനാക്ഷി ഇപ്പം 4 സിനിമയാവുള്ളൂ വന്നു തുടങ്ങി, കാലാകാലങ്ങൾ നിൽക്കുന്ന സംഭവങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. മീനാക്ഷി ഇപ്പം കിട്ടുകൊണ്ട് ചോദിച്ചാണ്, സ്ത്രീകൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാ സെറ്റിലും ലഭ്യമാവുന്നുണ്ടോ ഇപ്പോൾ മീനാക്ഷി? ഞാനിതുവരെ പോയ സെറ്റിലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെയാണ്, ഞാനിതുവരെ പോയ സെറ്റിലൊക്കെ എനിക്ക് കിട്ടും. ഞാൻ വെൽ ട്രീറ്റഡ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും. ഒരു വേർതിരിവുണ്ടോ? വേർതിരിവാസം നമുക്കുള്ള സൗകര്യങ്ങൾ മീനാക്ഷിയിലും കൂടിയ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അവരുടെ സൗകര്യങ്ങളായിട്ട് വേർതിരിവുണ്ടോ മീനാക്ഷിയൊക്കെ പോകുമ്പോൾ? അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതുവരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ അതുണ്ടെങ്കിലും അത് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത് അവര് ഏൺ ചെയ്ത ഒരു ഭാഗമാണല്ലോ. അപ്പം ലെറ്റ് മീ ഏൺ ഇറ്റ്. ഞാനും അത് ഏൺ ചെയ്തെടുക്കുന്നതല്ലേ നല്ലത്. ഇനി അതോ ഉണ്ടെങ്കിൽ കേട്ടോ, എനിക്കിതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പൊ പ്രേമലുവിലാണെങ്കിലും ഞങ്ങൾ ഒരു കാരവാനിൽ ഞാൻ, മമിത, അഖില, ഞങ്ങൾ 3 പേരും കൂടാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പുറത്തെ നസ്ലൻ, സംഗീത്, അങ്ങനെ. അപ്പൊ എനിക്കങ്ങനെ വേർതിരിവുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇനി അഥവാ അത് ഉണ്ടെങ്കിലും മിസ്ട്രീറ്റ് ചെയ്യപ്പെടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കണക്ക് എന്താ പറയാ, ആ ഒരു ലക്ഷറിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ അത് ഇപ്പം എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം അശോകൻ ചേട്ടന് കിട്ടുന്ന ലക്ഷറി എനിക്ക് വേണം എനിക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അശോകൻ ചേട്ടൻ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഹി ഏൺഡ് ഇറ്റ്. ഞാൻ ആദ്യം അത് ഏൺ ചെയ്യട്ടെ, അപ്പോഴല്ലേ എനിക്ക് തന്നിട്ട് കാര്യമുള്ളൂ. അത് അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അശോകൻ ചേട്ടനൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞു ചെയ്തു, ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഹക്കീം ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു, ഈ ഷൂട്ട് കഴിഞ്ഞപ്പം ഭയങ്കര ഒരു സങ്കടമായിരുന്നു, കുടുംബം പോലെയായിരുന്നു എല്ലാവരും. ഞാൻ ഒത്തിരി ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ അവര് ത്രൂ ഔട്ട് ഒരു ക്യാരവാൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആ വീട്ടിൽ തന്നെ അത്ര നല്ല ആളുകളായിരുന്നു വീട്ടിലിരിക്കുന്നത്. മലപ്പുറം ഷൂട്ട് ചെയ്ത് അപ്പൊ തന്നെ അറിയാലോ അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം. അവര് തന്നെ ഫുഡ് കൊണ്ടുതരുന്നു. നമുക്ക് ഒരു ഇത് ഷൂട്ട് ചെയ്തപ്പോ കാരവാൻ കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ ഒരു വീട്ടിൽ കയറി ഒരു ഭയങ്കര ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഫുഡ്, ഡ്രിങ്ക്സ്, ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ എല്ലാം ഭയങ്കര. അവിടെയൊക്കെ നിലമ്പൂര് ഷൂട്ടിങ് കുറവാ. അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാ. മൂവീസും കാണുന്നതും കുറവാ അവിടുത്തെ. അപ്പൊ അതൊക്കെ ഭയങ്കര സ്വീറ്റാ, ഭയങ്കര സപ്പോർട്ടീവാ. എനിക്ക് തോന്നുന്നു അവിടെ എല്ലാരും സിനിമ കാണാൻ പോയി. ഗ്യാങ് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായിരുന്നു. പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാം ചെറു പ്രായമുള്ളവരാണ്. അതും കൂടുതൽ ഒരു സന്തോഷം പകർന്നാണ് അശോകൻ ചേട്ടനൊക്കെ പറഞ്ഞത് ഈ ലൊക്കേഷനിൽ. തീർച്ചയായിട്ടും അതെ. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ലേ? പിന്നെ കാരണം ഞങ്ങൾക്ക് തന്നെ ഈ ഷൂട്ട് പറഞ്ഞ ഈ ചെറുപ്പക്കാർ ഒക്കെ ആയിട്ടായിരുന്നു ഞങ്ങളുടെ ഇടയിലെ ഷൂട്ട് വന്നിരുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോയൊരു സെറ്റാണ്. ഹക്കീമിനെ എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ ഹക്കീം ആണെങ്കിലും പിന്നെ നമ്മുടെ ഇപ്പൊ സോന, ഞങ്ങളുടെ കൂടെ ഉള്ള ആരാണെങ്കിലും അശോകനായാലും നമ്മളുടെ ഒരു ലെവലിൽ ചെറുപ്പക്കാരനായിട്ട് വരും. തമാശയൊക്കെ പണ്ടത്തെ സ്റ്റോറീസ് ഒക്കെ പറയാൻ. ഇനിയിപ്പം ഒരു അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു
മെയിൽ ആർട്ടിസ്റ്റ് ആരുടെ കൂടെ അഭിനയിക്കുന്ന ആഗ്രഹം മനസ്സിൽ? എനിക്ക് എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം എങ്കിലും എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് എന്നോട് ചോദിച്ചാലും ചിലപ്പോൾ ചില ആളുടെ പേര് പറയാൻ പറ്റും, അതുപോലെ പറയാൻ കുറേ പറ്റും. പേരുണ്ട് ചേട്ടാ. ലാലേട്ടൻ, മമ്മൂക്കയുടെ കൂടെ ഇപ്പോൾ ഒരു ചെറിയൊരു, അതും ഈ പറഞ്ഞ ചെറിയൊരു ക്യാരക്ടർ ഞാൻ ബസുക്കയിൽ ചെയ്തു. മമ്മൂക്കയുടെ കൂടെ ഭയങ്കര രസമാണ് മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ. ലാലേട്ടൻ, വിജയ് സേതുപതി, പിന്നെ മഞ്ജു വാര്യർ, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഈ മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ അല്ലായിരുന്നോ? ആ, കോമ്പിനേഷൻ ആയിരുന്നു. ഭയങ്കര ചെറിയൊരു സീനാണ് അത്, ഐ മീൻ ചെറിയ റോളാണ് അത്. അല്ല, മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ നിന്നപ്പോൾ ഭയം ഉണ്ടായിരുന്നു? ഇല്ലില്ല, ഭയമൊന്നുമില്ലായിരുന്നു. മമ്മൂക്ക വരുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ നിന്നു. ഭയങ്കര ഒരു ഓറയാണ് മമ്മൂക്ക വരുമ്പോൾ, ഭയങ്കര രസമാണ്. അന്ന് മൂപ്പര് പറഞ്ഞ കണക്ക് അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, കംഫർട്ടബിൾ ആക്കുന്നത്. മൂപ്പര് വന്ന് നിന്നിട്ട് ഒന്ന് നമ്മളെല്ലാവരും ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിക്കും. ഭയങ്കര കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേർ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും, കോക്രിയൊക്കെ കാണിക്കും. അപ്പൊ നമ്മളത് കാണുമ്പോൾ തന്നെ സോ ക്യൂട്ട്. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യും. മമ്മൂക്ക ഭയങ്കര കോസിയാണ് മമ്മൂക്ക, ഭയങ്കര രസമാണ്. അപ്പം നമുക്കൊരു സന്തോഷവും ധൈര്യമാണ് വരുന്നത്. പിന്നെ നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കും. പിന്നെ നമുക്ക് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, നമ്മുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കും. എന്താ, അതായത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വർക്ക്സിന്റെ കാര്യം, താൻ അവിടെ ഉണ്ടായിരുന്നല്ലേ, അറിയാം അത് പറയും. നമ്മൾ ഭയങ്കര സ്നേഹമാണ്. രാവിലെ എവിടെ ആയിരുന്നു, അങ്ങനെ ഭയങ്കര കാര്യമാണ്. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ നല്ല എക്സ്പീരിയൻസ്. മമ്മൂക്ക അങ്ങനെ ചോദിക്കുമ്പോൾ അത് നമ്മൾ കണ്ട ഉടൻ തന്നെ അങ്ങനെ ചോദിക്കും, നമുക്ക് സന്തോഷമല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞ മമ്മൂക്ക ഇതെല്ലാം അഡ്വാൻസ് ആണ്. നമ്മൾ ആ സിനിമയിലേക്ക് വരുന്നത് മമ്മൂക്ക നമ്മളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതാണ് മീനാക്ഷി, ഇതാണെന്ന് മമ്മൂക്ക പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് എന്റെ വ്യത്യാസം. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. ഇപ്പം എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, ആകെ ഉള്ളത് ഇൻസ്റ്റാഗ്രാം ആണ്. ഇൻസ്റ്റയിൽ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് ഇടാറുണ്ട്. ഇല്ല, എൻ്റെ ഫോൺ എടുത്ത് നോക്കിക്കോ. ഞാൻ പടത്തിന്റെ പ്രൊമോഷൻസ് വരുമ്പോഴാണ് ഞാൻ പിന്നെയും ഇടാറ്. എൻ്റെ പേഴ്സണൽ ഫോട്ടോസ് ഞാൻ ഇടയിൽ കുറേ. കാരണം ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് തന്നെ ഞാൻ ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത് അതിനകത്തുനിന്ന് ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത്. സോഷ്യൽ മീഡിയയോട് എനിക്ക് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല, പണ്ട് മുതലേ ഇല്ല. അതാണ് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അത് മെയിൻ റീസൺസ് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ എല്ലാം നന്നാകട്ടെ, കടകൻ സൂപ്പർ ഹിറ്റ് ആകട്ടെ. നമ്മുടെ ഡ്രസ്സ് നമ്മുടെ സ്വാതന്ത്ര്യം, അങ്ങോട്ടേക്ക് തന്നെ അല്ലേ? നമ്മുടെ ഡ്രസ്സ് നമ്മുടെ സ്വാതന്ത്ര്യം, അത്രേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ ഒരു രീതിക്കും നമ്മൾ മാറ്റേണ്ടതില്ല, നമ്മൾ മാറേണ്ടതുമില്ല. മറ്റു കണ്ണുകളിൽ നിന്ന് കാണുന്നവർ മാറ്റി ചിന്തിക്കട്ടെ. മനസ്സിലാകുന്നവർ മനസ്സിലാക്കും. ലേൺ, അൺലേൺ, റീലേൺ എന്നൊരു സാധനം. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനി ഒത്തിരി സിനിമകൾ കിട്ടണം, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. മീനാക്ഷി നല്ല സിനിമകൾ, രണ്ടുപേരും സോണയും നല്ല സിനിമകൾ. ഏക്കാലും കൊച്ചിയിൽ സെറ്റിലായപ്പോൾ നല്ല സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സിനിമയിലൊക്കെ അഭിനയിക്കുക. കടകൻ സൂപ്പർ ഹിറ്റ് ആകട്ടെ. മാർച്ച് 1-ാം തീയതിയാണ് സിനിമ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 4 ഫൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 4 ഫൈറ്റും ഗംഭീര 3 ഫൈറ്റ് മാസ്റ്ററാണ്. അതുപോലെ ഇവരുടെ ക്യാരക്ടറും മെച്ചപ്പെട്ട ക്യാരക്ടറാണ്. അപ്പം കാണുക, സൂപ്പർ. നിങ്ങളൊക്കെ മലപ്പുറം സ്ലാങ്ങാണോ പിടിച്ചിരിക്കുന്നത്? പിടിക്കാൻ പാടുപെട്ടിരുന്നോ? സജല് കുറെ ഹെൽപ്പ് ചെയ്തു. സജല് മലപ്പുറം ആണല്ലോ ഡയറക്ടർ. സജല് മലപ്പുറം ആണല്ലോ. ഇടയ്ക്ക് കണ്ണൂരൊക്കെ വരുന്നുണ്ട്. അത് കണ്ണൂരാ, ഇവിടെ അങ്ങനെ പറയൂല. നമ്മള് സിനോജ് ഇടയ്ക്ക് അങ്കമാലി കയറി വന്നു എന്ന് പറയുന്നത്. സിനോജ് എങ്ങനെ മലപ്പുറത്തേക്ക് പോയാലും അങ്കമാലിയിലേക്ക് ലാൻഡ് ചെയ്യും. അല്ല, എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നേരം ആ ആക്സെന്റ് സംസാരിച്ച് എനിക്ക് കിട്ടാറുണ്ട്. എല്ലാം നല്ല, ചിലതൊക്കെ ഈ സ്പെഷ്യാലിറ്റി ഉള്ള കണ്ണൂര്, തൃശ്ശൂര്, അങ്ങനത്തെ സാധനങ്ങൾ, ട്രിവാൻഡ്രം, അതൊക്കെ ഭയങ്കര ഒരു പെക്യൂലിയർ ഇതുണ്ടല്ലോ, ഒരു ഡയലക്റ്റ് ഉണ്ടല്ലോ അവർക്ക്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്. ഡബ് ചെയ്തോ? ഡബ് ചെയ്തു. പക്ഷെ ഇതില് പ്രോപ്പർ ആയിട്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി അത് പറഞ്ഞിട്ട് പറയാം. അടുത്ത ട്രോള് പറഞ്ഞ കാര്യമില്ലോ അല്ലേ? എങ്കിലും അങ്ങനെ സ്ലാങ് പിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. മലപ്പുറം, കോഴിക്കോടല്ല, മലപ്പുറം, കോഴിക്കോടല്ല, കണ്ണൂരും അല്ല. ഇത് എല്ലാം മലബാർ ആണെങ്കിലും പിന്നെ കാസർഗോഡ് ഇതൊക്കെ ഡിഫറെന്റ് ആണ്. അതായത് ചെറിയ ചെറിയ വാക്കുകളാണ്. ചിലപ്പോ നിങ്ങളെന്നല്ലായിരിക്കില്ല എല്ലാ സ്ഥലത്തും പറയാം, നിങ്ങൾ തന്നെ ആയിരിക്കും പറയാം. അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. സജിൽ അത്രയും സപ്പോർട്ടീവ് ആയോണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റിയ. സജിൽ നിന്ന് പറഞ്ഞു തരും, അത് കണ്ണൂരാണ് അല്ലെങ്കിൽ അത് കോഴിക്കോടാണ്, ഇവിടെ അതല്ല, ഇതാണ് എന്നിട്ട് പറഞ്ഞു തരും. അപ്പൊ അതും ഒരു ചലഞ്ചായിരുന്നു പിന്നെ അല്ലേ? അപ്പൊ എല്ലാ ചലഞ്ചും കൂട്ടി ഇറങ്ങിയ സിനിമയാണ് കടകൻ. ഈ കളരിക്കൊക്കെ പറയണ മുരുക്കടകൻ, കിടുകിടകൻ എന്നൊക്കെ പറയണ പോലെ അതുപോലെ കടകനാണ് ഈ സിനിമ. അപ്പൊ നല്ല സിനിമയാവട്ടെ.
സിനിമ റിലീസിന് ശേഷം നമുക്ക് കാണാം. ഇതിൻ്റെ 25-ാം 50-ാം ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. ഉണ്ടാവട്ടെ, തീർച്ചയായിട്ടും. സന്തോഷം. താങ്ക് യു.